പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സന്തോഷമായിരിക്കുന്നു. കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടിയിരിക്കുമാറാകട്ടെ. അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നെഹമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായം എന്ന് വായിക്കണേ. അവിടെ നെഹമ്യാവും അർത്ഥശിഷ്ട രാജാവും തമ്മിലുള്ള കോൺവെർസേഷനാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. രാജാവ് നെഹമ്യാവിനോടും നെഹമ്യാവ് രാജാവിനോടും ചില കാര്യങ്ങൾ സംസാരിക്കുന്നു. നെഹമ്യാവിൻ്റെ ഹൃദയത്തിൽ ചില ഭാരങ്ങളുണ്ട്. അതെപ്രകാരം രാജാവിനോടൊന്ന് അവതരിപ്പിക്കും എന്നോർത്ത് ചിന്തിച്ചിരിക്കുമ്പോഴാണ് രാജാവ് തന്നോട് സംസാരിക്കുന്നത്. അവിടെ രാജാവ് നെഹമ്യാവിനോട് ഇങ്ങനെ ചോദിക്കുക, നെഹമ്യാവേ, നിൻ്റെ മുഖം വാടിയിരിക്കുന്നല്ലോ, നിനക്ക് ദീനമൊന്നുമില്ലല്ലോ, ഇത് മനോദുഃഖമല്ലാതെ മറ്റൊന്നുമല്ല. നോക്കിക്കേ, നെഹമ്യാവിൻ്റെ ഹൃദയത്തിലെ ഭാരം എങ്ങനെയൊന്ന് തുറന്നു പറയും, എങ്ങനെ രാജാവിൻ്റെ മുമ്പിൽ ഇതൊന്ന് പ്രസൻറ്റ് ചെയ്യും എന്നോർത്തിരുന്നപ്പോൾ രാജാവ് തന്നെ തന്നോട് സംസാരിക്കുകയാണ്. നെഹമ്യാവിൻ്റെ സ്വന്തം ദേശം തകർന്നു കിടക്കുന്നത് തൻ്റെ ഹൃദയത്തെ ഭാരപ്പെടുത്തിയിരുന്നു. വല്ലവിധേനെ അതൊന്ന് പണിയണമെന്ന് താൻ ആശിച്ചിരുന്നു. താൻ രാജാവിനോട് തൻ്റെ ഹൃദയഭാരം തുറന്നു പറഞ്ഞു. അതിനുശേഷം നമുക്ക് വായിക്കുവാൻ സാധിക്കും, രാജാവിന് നെഹമ്യാവിനോട് മനസ്സലിവ് തോന്നി, ദയ തോന്നി, കടന്നു പോകുവാനുള്ള പെർമിഷൻ കൊടുത്തു. പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ ഇങ്ങനെയല്ലേ, എങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തെടുക്കും, അത് പൂർത്തീകരിക്കുവാൻ പറ്റുമോ, ഇതിനുള്ള പെർമിഷൻ എങ്ങനെ കിട്ടും, എനിക്ക് വേണ്ടി ആര് അധികാരിയോട് സംസാരിക്കും, എനിക്ക് വേണ്ടി ആരിതൊക്കെ ചെയ്തു തരും എന്നൊക്കെ ചിന്തിച്ച് എത്ര സമയമാണ് കളയുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ ആശ വയ്ക്കുകയാണെങ്കിൽ, ദൈവ സാന്നിധ്യത്തിൽ വിശ്വസ്തയോടെ നിൽക്കുകയാണെങ്കിൽ, ദൈവം ഏൽപ്പിച്ച ദൗത്യങ്ങൾ ചെയ്യുവാൻ മനസ്സും ധൈര്യവും കാണിക്കുകയാണെങ്കിൽ അസാധാരണമായ പ്രവൃത്തികൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തും. അവിടുന്ന് രാജാക്കന്മാരുടെ ഹൃദയങ്ങളെ ഉണർത്തിക്കും. രാജാക്കന്മാരുടെ ഹൃദയങ്ങളെ നീർത്തോട് കണക്കെ തിരിക്കും. അനുകൂലമായ ചില ശബ്ദങ്ങൾ നമ്മളെ കേൾപ്പിക്കും. ഒന്ന് മാത്രം, കാര്യങ്ങൾ ചെയ്യുവാനും അത് പൂർത്തീകരിക്കുവാനുമുള്ള മനസ്സും ധൈര്യവും ഉണ്ടായിരിക്കുക. നെഹമ്യാവിന് ഒന്ന് മാത്രമേ ഉള്ളായിരുന്നു ആശ, തൻ്റെ പിതാക്കന്മാരുടെ ദേശം തനിക്ക് വല്ല വിധേനെ റിസ്റ്റോർ ചെയ്യണം, അവിടെ തകർന്നു കിടക്കുന്നതിനെ പണിയണം. നിങ്ങളുടെ ഹൃദയത്തിലെ വാഞ്ച എന്താ? ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹമുണ്ടോ? അതിന് മനസ്സ് വയ്ക്കാമോ? അങ്ങനെയാണെങ്കിൽ ഇറങ്ങിത്തിരിക്കുക. അതിനാവശ്യമായ അനുകൂല സാഹചര്യങ്ങൾ സ്വർഗം ഒരുക്കും. നിയമങ്ങളെപ്പോലും പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് അനുകൂലമായി നീക്കും. നിങ്ങൾ എങ്ങും പരാജയപ്പെടുവാൻ സ്വർഗം അനുവദിക്കത്തില്ല. നിങ്ങളെ ഏൽപ്പിക്കുന്ന പണി നിങ്ങൾ ആരംഭിക്കുക മാത്രമല്ല, നിങ്ങളത് പൂർത്തീകരിക്കുകയും ചെയ്യും. അതിനാവശ്യമായ സകല സാഹചര്യങ്ങളും ദൈവം നിങ്ങൾക്കായി പ്രൊവൈഡ് ചെയ്യും, അനുകൂലമാക്കും. ആരോട് ഇടപെടണോ സ്വർഗം ഇടപെട്ടോളും. നിങ്ങൾക്ക് എന്താ വേണ്ടത് സ്വർഗം കരുതിക്കോളും. ഇനിയും താമസിക്കരുത്, ധൈര്യമായിട്ട് കാലെടുത്ത് വയ്ക്കുക. പ്രാർത്ഥിക്കുക. പരിശുദ്ധ പിതാവേ, ഞങ്ങളെ ധൈര്യപ്പെടുത്തിയതിന് സ്തോത്രം. അങ്ങ് ചില ഉള്ളങ്ങളോട് സംസാരിക്കുന്നതിന് നന്ദി. എൻ്റെ പ്രിയപ്പെട്ടവരുടെ ഉള്ളിലുള്ള ടെൻഷൻസൊക്കെ മാറട്ടെ. മാനുഷികമായ സഹായങ്ങൾ തേടി അത് ലഭിക്കാതെ തകർന്നിരിക്കുന്ന ഉള്ളങ്ങളെ ഇപ്പോൾ ആശ്വസിപ്പിക്കണമേ. അങ്ങ് ചില അധികാരികളോട് സംസാരിക്കണമേ. നിയമങ്ങളെ അനുകൂലമാക്കണമേ. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. ഞങ്ങളുടെ നാഥനാം യേശുവേ, ഞങ്ങളുടെ മണവാളനെ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. ഞാൻ എൻ്റെ പ്രിയരെ ബ്ലെസ് ചെയ്യുന്നു. മഹത്വം അപ്പായ്ക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ബ്ലെസ് യു.